ഗുരുവായൂരിലെ വിഗ്രഹത്തിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും. അത് ശ്രീകൃഷ്ണൻ സ്വയം പൂജിച്ചിരുന്ന വിഗ്രഹമായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. ആ വിഗ്രഹത്തിൽ നമ്മൾ നോക്കിയാല് നമുക്കൊന്ന് ഫോട്ടോയൊക്കെ കിട്ടും. ആ വിഗ്രഹത്തിൻ്റെതല്ല, പക്ഷെ ആ വിഗ്രഹത്തിന് സമാനമായ അല്ലെങ്കിൽ ആ വിഗ്രഹം എങ്ങനെയാണോ അതുമായി വളരെ സാമ്യമുള്ള രീതിയിൽ വരച്ചിരിക്കുന്ന ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഫോട്ടോയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഭഗവാന്റെ കയ്യിൽ എന്തിയിരിക്കുന്ന സുദർശന ചക്രത്തിനുള്ളിൽ രണ്ട് ത്രികോണങ്ങളാണ്. ഒന്ന് മുകളിലേക്ക് പോയിന്റ് ചെയ്തിരിക്കുന്നതും ഒന്ന് താഴേക്ക് പോയിന്റ് ചെയ്തിരിക്കുന്നതും. ഈ രണ്ട് ത്രികോണവും കൂടി ചേർന്നിട്ട് ആണ് ആ ചക്രം രൂപപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഈ മുകളിലേക്ക് പോയിന്റ് ചെയ്തിരിക്കുന്ന ആ ത്രികോണത്തെ ശിവസങ്കല്പമാണത്, ശിവനായും താഴേക്ക് പോയിന്റ് ചെയ്തിരിക്കുന്ന ആ ത്രികോണത്തെ ശക്തിയായും ആണ് സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സുദർശന ചക്രം എന്നത് സ്വയം ശിവശക്തിയാകുന്നു. അതായത് മഹാവിഷ്ണു കയ്യിലേന്തുന്ന സുദർശന ചക്രം എന്നത്, ആ രൂപം എന്നത് ഈ പ്രപഞ്ചത്തെ ആണ് സൂചിപ്പിക്കുന്നത്. ആ ചക്രം എന്നത് പ്രപഞ്ചം തന്നെയാണ്. ആ പ്രപഞ്ചം എന്നത് ശിവനും ശക്തിയുമാകുന്നു. അതിന്റെ ചലനം എന്നത് ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ചലനഗതിയാണ്. ആ ചക്രത്തിന്റെ ചലനം എങ്ങനെയാണ്? ചക്രം ചുഴറ്റിക്കൊണ്ടിരിക്കും, അല്ലേ?